നമസ്കാരം, ഏവർക്കും ഇൻഫോമീഡിയ കേരളത്തിലേക്ക് സ്വാഗതം. രാജ്യത്തെ ഏറ്റവും ജനപ്രിയമായ കേന്ദ്ര സർക്കാർ പദ്ധതികളിലൊന്നായ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജന. ഈ പദ്ധതിയിൽ നിന്ന് കേരളത്തിൽ 10 ലക്ഷത്തിലധികം കർഷകർ പുറത്താക്കാൻ സാധ്യതയുണ്ട്. ഇത് കേന്ദ്ര സർക്കാർ നിർത്തലാക്കിയതല്ല. സംസ്ഥാന സർക്കാരിന്റെ അനാസ്ഥയും സാങ്കേതിക പിഴവുമാണ് ഇതിന് കാരണം. ഇത് സംബന്ധിച്ച് കർഷക മോർച്ച ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. എന്താണ് സംഭവിച്ചത്? ആരാണ് ഉത്തരവാദികൾ? കർഷകർക്ക് ഇനി പണം കിട്ടുമോ? ഇത് രാഷ്ട്രീയ നീക്കമാണോ? എല്ലാം വിശദമായി നോക്കാം. 2019 കേന്ദ്ര സർക്കാർ കിസാൻ സമ്മാൻ നിധി പദ്ധതി ആരംഭിച്ചത്. ചെറുകിട നാമമാത്ര കർഷകർക്ക് വർഷം 6000 രൂപ 3 ഗഡുക്കളായി നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് കേരളത്തിൽ ലഭിച്ചിരുന്നു. കേരളത്തിൽ നിന്ന് മാത്രം 36 ലക്ഷം കർഷകർക്കാണ് ആദ്യം ഗഡു ലഭിച്ചിരുന്നത്. ഇവരായിരുന്നു ഗുണഭോക്താക്കളും. കർഷകർക്ക് വിത്തിനും വളത്തിനും ദൈനംദിന ചെലവുകൾക്കും ഒരു ആശ്വാസമായിരുന്നു ഈ പദ്ധതി. ഇതുവരെ ഒരു തടസ്സവുമില്ലാതെയായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. കേരളത്തിൽ കിസാൻ സമ്മാൻ നിധി നടപ്പാക്കുന്നത് കൃഷി വകുപ്പിന്റെ കീഴിലുള്ള കതിർ എന്ന ഓൺലൈൻ സംവിധാനം വഴിയാണ്. കർഷകന്റെ പേര്, ബാങ്ക് അക്കൗണ്ട്, ആധാർ, വ്യക്തിഗത വിവരങ്ങൾ എല്ലാം കതിർ ആപ്പിൽ ശേഖരിക്കുന്നു. അന്തിമ അനുമതി നൽകുന്നത് സംസ്ഥാന കൃഷി വകുപ്പാണ്. ഇവിടെ വരെ എല്ലാം ശരിയായിരുന്നു. പ്രശ്നം എവിടെയാണ് തുടങ്ങുന്നത്? 2025 സംസ്ഥാന റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഒരു പുതിയ സംവിധാനം കൊണ്ടുവന്നു, അഗ്രിസ്റ്റാക്ക്. ലക്ഷ്യം ഇതിലൂടെ ഉണ്ടായിരുന്നത് കർഷകരുടെ ഭൂമി സംബന്ധമായ വിവരങ്ങൾ ഓൺലൈനായി വെരിഫൈ ചെയ്യുക എന്നതായിരുന്നു. ഇത് എല്ലാ വർഷവും നടക്കുന്നതാണ്. ലാൻഡ് വെരിഫിക്കേഷന്റെ ഭാഗമായാണ് നടപ്പാക്കിയത്. ഇവിടെയാണ് പ്രശ്നം തുടങ്ങിയത്. 2018 മുതൽ 19 വരെ നികുതി രസീത് വലിയ കുടുക്കുണ്ടാക്കി. കേന്ദ്ര സർക്കാർ പറയുന്നത് കിസാൻ സമ്മാൻ നിധിക്ക് 2018 മുതൽ 19 വരെ സാമ്പത്തിക വർഷത്തെ ഭൂനികുതി രസീത് നിർബന്ധമാണെന്നാണ്. പക്ഷേ കേന്ദ്ര സർക്കാർ ഒരുപാട് ഇളവുകൾ നൽകിയിരുന്നു. ഭൂവുടമ മരിച്ചാൽ ഭാര്യയുടെ പേരിൽ മുതൽ പേർ അടച്ച നികുതി രസീത് ഉണ്ടെങ്കിൽ ആനുകൂല്യം നൽകാം. ഇത് രാജ്യമാകെ അംഗീകരിച്ച നിയമമാണ്. ഇപ്പോൾ വരുന്ന വലിയ പ്രശ്നം, കേരള റവന്യൂ വകുപ്പിന്റെ അഗ്രിസ്റ്റാക്ക് പോർട്ടലിൽ ഇത്തരത്തിലുള്ള നികുതി രസീത് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നില്ല. അതായത്, ഭർത്താവ് മരിച്ച കർഷക സ്ത്രീ വർഷങ്ങളായി ഭൂനികുതി അടയ്ക്കുന്നു, കൃഷി ചെയ്യുന്നുണ്ട്, എന്നാൽ സിസ്റ്റം അംഗീകരിക്കില്ല. നെയിം മിസ്മാച്ച് ആകുന്നു, ഓണർഷിപ്പ് വെരിഫിക്കേഷൻ ഫെയിൽ ആകുന്നു. ഇങ്ങനെ സംഭവിച്ചതുകൊണ്ട് കേരളത്തിൽ ബാധിക്കപ്പെടുന്നത് ആരെല്ലാമാണ്? ഇത് ചെറിയ പ്രശ്നമല്ല. കേരളത്തിൽ 10 ലക്ഷത്തോളം കർഷകർക്ക് കിസാൻ സമ്മാൻ നിധി നഷ്ടപ്പെടും. പ്രത്യേകിച്ച് വയോധിക കർഷക സ്ത്രീകൾ, വിധവകൾ, സംയുക്ത കുടുംബങ്ങളിലെ കർഷകർ, പഴയ ഭൂമി രേഖയുള്ളവർ, ഇവരാണ് ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെടുന്നത്. കർഷക മോർച്ചയുടെ പ്രതിഷേധം ഈ വിഷയത്തിൽ ശക്തമായി രംഗത്തെത്തിയിരിക്കുകയാണ്. സംസ്ഥാന അധ്യക്ഷൻ ഷാജി രാഘവൻ വ്യക്തമായി പറഞ്ഞു, 10 ലക്ഷം കർഷകരെ ദുരിതത്തിലാഴ്ത്തുന്നതാണ്. സാങ്കേതിക പ്രശ്നങ്ങൾ ഉടൻ പരിഹരിച്ചില്ലെങ്കിൽ കേന്ദ്ര സഹായം കേരളത്തിന് നഷ്ടമാകുന്നതായിരിക്കും. ഇതിന് ആരൊക്കെയാണ് ഉത്തരവാദികൾ? റവന്യൂ ഡിപ്പാർട്ട്മെന്റ്, കൃഷി വകുപ്പ്, സംസ്ഥാന ID ഡിപ്പാർട്ട്മെന്റ്, ഈ 3 വകുപ്പുകളുമാണ് ഇതിന് ഉത്തരവാദികളാകുന്നത്. കേന്ദ്ര മാനദണ്ഡം പാലിക്കണം, അഗ്രിസ്റ്റാക്ക് അപ്ഡേറ്റ് ചെയ്യണം, പ്രത്യേക ഇളവ് ഓപ്ഷൻ നൽകണം. പക്ഷേ ഇതുവരെ ഇതൊന്നും നടപടിയായിട്ടില്ല. കർഷകർ എന്ത് ചെയ്യണം? പ്രിയപ്പെട്ട കർഷക സഹോദരങ്ങളെ, നിങ്ങളുടെ PM കിസാൻ സ്റ്റാറ്റസ് പരിശോധിക്കുക. ലാൻഡ് വെരിഫിക്കേഷൻ ഫെയിൽ ആണോ എന്ന് ഉറപ്പാക്കുക. കൃഷി ഓഫീസുമായി ബന്ധപ്പെടുക. രേഖകൾ റെഡിയായി സൂക്ഷിക്കുക. ഇത് നിശബ്ദമായി വിട്ടാൽ 6000 രൂപ മാത്രമല്ല, നിങ്ങളുടെ അവകാശം നഷ്ടമാകും. കർഷകരുടെ ജീവിക്കാനുള്ള അവകാശമാണ്. കേന്ദ്ര സർക്കാർ പണം അയക്കുന്നു, സംസ്ഥാന സർക്കാർ സിസ്റ്റം പാലിക്കുന്നു. അവസാനം നഷ്ടം കർഷകന് മാത്രമാണ്. ഇത് ഉടൻ പരിഹരിക്കണം. കേരളത്തിലെ ഒരു കർഷകനും പുറത്താകരുത്. ഈ വീഡിയോ എല്ലാ കർഷകരിലേക്കും എത്തിക്കുക, ഷെയർ ചെയ്യുക, അഭിപ്രായം നിങ്ങൾ രേഖപ്പെടുത്തുക. അപ്ഡേറ്റിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.